ട്രംപിന്റെ വ്യാപാര യുദ്ധത്തിൽ കത്തിക്കയറുകയാണ് സ്വർണ്ണവില. ഇന്നലെയും ഇന്നുമായി പവന് കൂടിയത് 3640 രൂപയാണ്. ഇന്ന് മാത്രം കൂടിയത് പവന് 1480 രൂപയും. നികുതിയും പണിക്കൂലിയും ഉൾപ്പെടെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ 3.25 ലക്ഷത്തോളം രൂപയാകും. കുതിച്ചുയരുകയാണ് സ്വർണ്ണവില. മറ്റൊന്നുമല്ല കാരണം അമേരിക്കൻ വ്യാപാര യുദ്ധം. ഇതേ നില തുടർന്നാൽ വില ഇനിയും ഉയരുമെന്ന് ഉറപ്പ്. ചൈനയുടെ കൈവശമുള്ള $760 ബില്യൺ ട്രഷറി ബോണ്ടുകൾ വിറ്റഴിക്കുമെന്ന പ്രചരണവും വിലക്കുതിപ്പിന് കാരണമായി. ഒരു പവൻ സ്വർണത്തിന് 69,960 രൂപയാണ് ഇന്നത്തെ വിലയെങ്കിൽ ആഭരണമായി വാങ്ങാൻ 75,000 രൂപയോളമാകും. ഈ മാസം തന്നെ വില 80,000 കടക്കുമെന്നാണ് കടയുടമകളുടെ കണക്കുകൂട്ടൽ. മാർക്കറ്റിൽ ഇപ്പോൾ ഒരു ശ്രുതിയുള്ളത് ചിലപ്പോൾ ഡോളറിന് പകരം പുതിയൊരു കറൻസി പോലും ജാനുവരി ഫെബ്രുവരിയിൽ ഇറങ്ങുമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ജാനുവരി ഫെബ്രുവരി വരെ വില കയറിക്കൊണ്ടിരിക്കും. ഡോളറിന് പകരമുള്ള കറൻസി ഇറങ്ങുന്നതിന് ബേസ് ആയിട്ടുള്ള ഗോൾഡിന്റെ വില കൂട്ടി നിർത്തേണ്ടത് അമേരിക്കയുടെ ഒരു ആവശ്യമാണ്. ഇപ്പോഴത്തെ വില വർധന അഡ്വാൻസ് ബുക്കിംഗ് ഉള്ള ഉപഭോക്താക്കൾക്ക് നേട്ടവുമായി. നിക്ഷേപമെന്ന നിലയിൽ കാണുന്നവർ മഞ്ഞലോഹത്തിൽ ഇനിയും ഉയർച്ച പ്രതീക്ഷിക്കുന്നു. വിവാഹ സീസണിലെ പർച്ചേസിംഗ് സമയത്താണ് വിലക്കയറ്റമെന്ന് ഉപഭോക്താക്കൾ എടുത്തു പറയുന്നു. ഞങ്ങൾ ഈ 13-ാം തീയതിയാണ് കല്യാണം. ഈ വരുന്ന ഞായറാഴ്ച എന്ത് ചെയ്യാനാണ്? മേടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. സ്വർണ്ണത്തിന് മേടിക്കുന്നത് ഒരു കുറവും വരില്ല. എല്ലാവരും സ്വർണം മേടിക്കും. ബിക്കോസ് ദാറ്റ് ഈസ് എ ഗ്രേറ്റസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. വ്യാപാര യുദ്ധത്തിൽ ഇളവുണ്ടായാൽ ദിവസങ്ങൾക്കുള്ളിൽ സ്വർണ്ണവിലയിലും മാറ്റമുണ്ടാകുമെന്നാണ് വിപണി ചൂണ്ടിക്കാട്ടുന്നത്. ഇതൊരു ആഴ്ച കൊണ്ട് സ്റ്റേബിൾ ആകുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒരു ഗ്രാം തങ്കത്തിന് 10,000 രൂപ വരെ വരാമെന്നുള്ളതാണ്. അന്താരാഷ്ട്ര സ്വർണ്ണവില ഒറ്റ ദിവസം കൊണ്ട് ചരിത്രത്തിൽ ആദ്യമായാണ് $100 ഉയർന്നത്. ഡൊണാൾഡ് ട്രംപ് വ്യാപാര യുദ്ധം അവസാനിപ്പിച്ചില്ലെങ്കിൽ സ്വർണ്ണവില കേൾക്കുമ്പോൾ നമ്മൾ തലയിൽ കൈവെക്കേണ്ട അവസ്ഥയാണ്. വിനു തോമസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.